ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പൊന്നസാണെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ, അല്ലേ? വൈകുന്നേരം ആയി കഴിഞ്ഞാൽ സ്ഥിരമുള്ള പരിപാടിയില്ലേ, അടിച്ചു വരിക, ചെടിക്ക് വെള്ളം ഒഴിക്കുക, കുളിക്കുക, അല്ലേ? മഴയില്ലെങ്കിൽ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് ഇവർക്ക് ഉഷാറുണ്ടാവില്ല ഗൈസ്. നമ്മളാണെങ്കിൽ കാടൊക്കെ പറിച്ചു. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കാടായിരുന്നു, അപ്പോൾ നമ്മളതൊക്കെ പറിച്ചു. അതെ, മഴ കാരണം ഇപ്പോഴും നനവ് തട്ടുന്നതുകൊണ്ട് അവിടെ ഈ ഒരു ഭാഗം ഫുള്ള് കാടായിരിക്കും. അതൊക്കെ നമ്മൾ പറിച്ച് വൃത്തിയാക്കി നമ്മളിവിടെയൊക്കെ പറിച്ചു. ഇനി വേനൽ വെയിൽ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോന്ന് ചെയ്ത് കൂട്ടാനുണ്ട്. അപ്പം അതെല്ലാം ഇങ്ങനെ നമ്പർ 1 ആയിട്ട് ചെയ്തുകൊണ്ട് വരണം. മഴയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറി നിന്നു. മഴ ഒഴിഞ്ഞു മാറിയതല്ല കേട്ടോ, മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. അതെ അതെ. അയ്യോ, എന്താ ഞാൻ കുഞ്ഞു പേരിക്കായിട്ട് കണ്ടു ഗീസ്, കണ്ടോ കുഞ്ഞു പേരിക്കായിട്ട്. ഇതെന്താ ഈ സാധനം ഇതിനകത്തുള്ള ഇത്? ഈ മുളയല്ല, ഇത് എന്നാ ഈ സാധനം? ഇതുണ്ടോ ഒരു പേരയ്ക്ക് നോക്കി ഒളിച്ച് വെക്കുന്നുണ്ട് ഇവിടെ, കണ്ടോ? എറിക്കേറ്റയുടെ പേരയ്ക്കാണ് ഇത്. അവിടെ ഒരു കുഞ്ഞു സംഭവം കാണിച്ചു തരാവേ, കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതേ കണ്ടോ, ഇതേ ഈ സാധനം കണ്ടു. ഇതേ അങ്ങനെ കാണില്ല എന്ന് തോന്നും കേട്ടോ. ആദ്യം കണ്ടു അവിടെ ഒരു കുഞ്ഞു പേരയായിട്ട്. ഹലോ, എൻ്റെ ഇത് പൊക്കത്തുനിന്ന് യെസ്. പിന്നെ കാലത്തിലൊന്നും അങ്ങനെ നോക്കണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നതാന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. വെയിൽ തുടങ്ങി കഴിഞ്ഞാൽ സ്ഥിരമുള്ള പരിപാടിയാണ് വൈകുന്നേരം ആകുമ്പോൾ മിറ്റം അടിക്കുക, പിന്നെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കണം. നമ്മൾ ചായയും കാപ്പിയും കുടിക്കുന്ന പോലെ തന്നെ അവർക്ക്, ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ അവർക്കും വെള്ളം കൊടുക്കണം. ഞങ്ങളുടെ കറിവേപ്പിലേക്ക് ഒറ്റ നേരം നനച്ചാൽ മതി കേട്ടോ, 2 നേരമൊന്നും ഞാൻ നനയ്ക്കാറില്ല പൊതുവെ. ഞങ്ങളുടെ കറിവേപ്പിലേക്കാണ് പൊന്നു വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പിന്നെ ഒരു റോബസ്റ്റ് കൊല ഉണ്ടായിരുന്നു, അത് നമ്മൾ കൊത്തി മഴയായതുകൊണ്ട് തൊലിക്കൊക്കെ കുറച്ച് ചുമപ്പ് കളർ ഇട്ടു. അങ്ങനെയാണ് ഒരു കണ്ണുകൂട്ടനെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ഇത് നമ്മുടെ ഇവിടെ എവിടെയാ തല അവിടെ ഉണ്ട്. ദേ കണ്ടോ, നമുക്ക് ഇവിടെ ഒന്ന് നനച്ചു ഗൈസ്. മറ്റേ എന്താ പറയുക, കാടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കൈക്ക് പറ്റിയ പരിക്ക്, ചൊറിഞ്ഞ് പൊന്തിരിക്കണേ. അതെവിടെ ഉണ്ട്, അതെ ഉണ്ടോ? ദൂരത്തോട്ട് അങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല കേട്ടോ. പോവുകയാണെങ്കിൽ ഒരാളെ ആക്കിയിട്ടേ നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെക്കേഷനൊന്നും നമ്മൾ എങ്ങോട്ടും പോയില്ല, വീട്ടിൽ തന്നെ അടയിരുന്നു. വെക്കേഷൻ നമ്മൾ എവിടെയും പോയില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വീട്ടിലുള്ള പണികളൊക്കെ നമ്മൾ ചെയ്ത് തീർത്തു. പിന്നെ ഇടയ്ക്കൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തൊക്കെ പോവും. അല്ലാതെ നമ്മൾ തന്നെ ട്രിപ്പും അങ്ങനെ ഒന്നും പോയിട്ടില്ല. വീഡിയോകളെല്ലാം 1 by 1 ആയിട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. വോയിസ് ഓവർ കൊടുക്കേണ്ട ചുമതല ഇപ്പം പൊന്നൂനായതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ ഇൻഷോട്ടിൽ സേവ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യുക, പൊന്നു ഒന്നും കൊടുക്കാണ്ട് നിൽക്കുക, സമയമില്ല. കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടാനുണ്ട്, അതുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഒഴുപ്പി കളിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ കുറച്ച് ലേറ്റൊക്കെ ആവും വരാൻ വേണ്ടിയിട്ട്, എന്നാലും നിങ്ങളുടെ വീഡിയോ കാണണം. കാരണം അതിനു മുമ്പേ ഓണത്തിനെടുത്ത കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണ്ടേ. പിന്നെ ഡാൻസൊക്കെ നമ്മളിപ്പം ഇന്ന് 4 ഓണമല്ലേ? അല്ലേ, ഇന്ന് 4 ഓണമല്ലേ? അതെ, 2 വീഡിയോയെ ഇടാൻ പറ്റുള്ളൂ. അത് പക്ഷേങ്കിൽ ഒരു ദിവസം 2 ഇടാൻ പറ്റുള്ളൂ. അപ്പം എല്ലാം കൂടി നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ആകാശം കണ്ടോ നിങ്ങൾ? അയ്യോ,
അങ്ങനെ പൊന്നും നമ്മുടെ ചെറിക്കും പേരക്കും ജാമ്പൊക്കെ കഴിച്ചിരുന്ന അടുത്ത മാവ് കിണറിൻ്റെ മുകളിലാണ് ഇപ്പം കുറച്ച് ചെടികളൊക്കെ. ഇത് കണ്ട എൻ്റെ ഉണ്ടമുളക് കഴിച്ചിട്ട് എനിക്ക് നല്ല സന്തോഷമായേ. മുളകായേട്ടാ, നമ്മുടെ ബുള്ളറ്റ് മുളകാണ്. ഒരു വിത്ത് കൊണ്ടോ, അതായത് ഒരു മുളകിൻ്റെ വിത്ത് പാകിയിട്ട് എനിക്ക് കിട്ടിയ തൈകളാട്ടോ ഇത്. അവര് 2, 4, 5, 6 തൈകളുണ്ട്. ആ തൈകളിൽ 2-3 എണ്ണത്തിൽ മുട്ടിട്ട് മുളകായി വരുന്നുണ്ട്. എന്ത് രസം അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പൊന്നു ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ മറ്റെന്താ പറയുക, നമ്മൾ മൈക്ക് വെച്ചിട്ടല്ല കേട്ടോ സംസാരിക്കുന്നത്. കുറ്റപ്പെടുത്തൊന്നും ചെയ്യരുത്. ചെവി ഓർത്ത് പിടിച്ചിട്ട് കേൾക്കാം. ഇതാണ് പൊന്നു പറഞ്ഞ നമ്മൾ ഉണ്ടമുളക് ബുള്ളറ്റ് അല്ലേ? അതെ. ഇപ്പം പുതിയ വെറൈറ്റീസൊക്കെ ഇവർ കണ്ടുപിടിച്ചു. കാരണം സാധാരണ നമ്മൾ എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നട്ട് ഇതാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കിണറ്റിൻ്റെ മുകളിലായിരിക്കുകയാണ് അല്ലേ? ചെടിയൊക്കെ കുറേ ഉണ്ടായിരുന്നു. കുറേ ഭാഗമൊക്കെ മഴ പെയ്ത് ചീഞ്ഞ് മോശമായിപ്പോയി. യെസ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇപ്പം സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്, ഇവിടെയൊക്കെ ഇപ്പോൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ രണ്ടിടത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ സ്ഥലം ഇങ്ങനെ കുറഞ്ഞ് വരുമല്ലേ പൊന്നെ? സാധനമൊക്കെ കുറഞ്ഞ് വരുമ്പം എവിടെയൊക്കെ ഉള്ളത്, ഇവിടെയൊക്കെ ഇത് കണ്ടോ, നമ്മൾ ഇലയൊന്നും ഇല്ലാത്ത ഇത് കണ്ടില്ലേ, 2 കമ്പുകൾ. അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇത് രണ്ടും കുറച്ച് സ്പേസ് കിട്ടുമല്ലോ. അപ്പം നമുക്കത് ഇവിടെ എടുത്ത് വയ്ക്കാം ഈ 2 സ്ഥലത്തും. പക്ഷേ ഈ ചട്ടി എന്താക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നനച്ചു കഴിഞ്ഞോ? യെസ്. ഞാൻ ഫസ്റ്റ് തന്നെ ഉള്ളതൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ 3/4 ഭാഗം അങ്ങനെയൊക്കെ ആയിപ്പാണ് ഞാൻ വന്നത്. ഞാൻ ആദ്യം സംഭവം എന്താണെന്നറിയാമോ, ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കാൻ നോക്കിയതാ. കാട് വൃത്തിയാക്കുന്നൊക്കെ എടുക്കാൻ നോക്കിയപ്പോൾ ഇങ്ങ് വാ കാട് എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ പൊന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നു നമുക്ക് കാട് പറിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാമെന്ന്. അപ്പോൾ പൊന്നു പറഞ്ഞു എൻ്റെ കോലമൊന്നും അത്ര ശരിയൊന്നുമില്ല, അതുകൊണ്ട് എടുക്കണ്ട. എന്നിട്ട് ഞാനിവിടെ അലക്കങ്കല്ലിലിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കോലമൊന്നും അത്ര പ്രശ്നമൊന്നുമില്ല, അവർ പറഞ്ഞാലും നമുക്കൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗായിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേട്ടോ പൊന്നെടുത്തത്. പിന്നെ പൊന്നു ഒന്നും പറഞ്ഞില്ല. ഞാൻ നേരെ ഉള്ളിൽ പോയി ഫോണെടുത്തു. അങ്ങനെ തുടങ്ങിയതാണ് ഈ ഒരു വീഡിയോ അല്ലേ? പൊന്നുവിന് ഇങ്ങനെ ഭയങ്കര മടിയാണ്, ഇങ്ങനെ കോലത്തിൽ എന്തെങ്കിലും ആൾക്കാരിങ്ങനെ പറയോ എന്നെല്ലാം വിചാരിച്ചിട്ട്. സിംഹോ? പൂച്ചക്കുട്ടനോ? എൻ്റെ മെയിനായിട്ടുള്ള പണിയാട്ടോ. നനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പൈപ്പ് ഇങ്ങനെ നല്ല വൃത്തിയിൽ ചുറ്റിയിട്ട് വെക്കുക. എനിക്കിങ്ങനെ കഴിച്ചു വാരിയിടുന്നൊന്നും ഇഷ്ടമില്ല. കണ്ടോ കുട്ടപ്പ? ഇവിടെ കുട്ടപ്പനെ ഞാൻ കാണുന്നില്ലല്ലോ, വാല് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ നമ്മുടെ കൂടെ നനയ്ക്കാൻ വരും കേട്ടോ. ഇതേ ആള് വരുന്നുണ്ട്. അവളും വരും. അവള് നമ്മളെ നോക്കി വരും. നിനക്കൊരു വിചാരമുണ്ട്, നീ ഒന്ന് ഉണ്ടാനല്ലേ? പൂച്ചയാണ്, നീ പൂച്ചക്കുട്ടെ നമ്മളങ്ങനെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇതുണ്ടോ അടുത്ത് നമ്മളെ പേരക്ക തന്നെയാണ് കേട്ടോ. സാധാരണ പേരക്കയിൽ ഉണ്ടായത്, പേരക്ക മരത്തിലുണ്ടായ പേരക്ക കണ്ടു. അങ്ങനെ ഞാൻ നിക്കലിൽ നിന്നും ഇരുത്തത്തിലായിരിക്കുകയാണ്. പൊന്നു മുമ്പിലാണുള്ളത്. പൊന്നു ഇങ്ങോട്ട് വരുമ്പോൾ പൊന്നു എന്തെങ്കിലും ഒരു വിശേഷങ്ങൾ പറയാണ്ടിരിക്കില്ല. ആൾ അടുത്ത എന്തോ പരിപാടിക്ക് പോകുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. കുട്ടപ്പ എവിടേക്കാ പോകുന്നേ? വീണ്ടും നല്ല എന്താ പറയാ, നല്ല ഇതോടെ ആരോഗ്യത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട്. ഈ ചട്ടി കംപ്ലീറ്റ് കൂർക്കച്ചപ്പ് ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ കളഞ്ഞതല്ല, ഉണങ്ങിപ്പോയപ്പോൾ പൊന്നൊരു ദേഷ്യം വന്ന് പൊന്നു കത്രികയൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടോ, ജസ്റ്റ് ഈ കൂർക്കച്ചപ്പൊന്ന് തൊട്ടാൽ മതി, അപ്പത്തേക്ക് അങ്ങ് മണം വന്നോളൂ.
ആവി പിടിക്കാൻ നല്ലതാട്ടോ. പിന്നെ നമുക്ക് ഇത് ഈ ഒരു ചപ്പ് പൊട്ടിച്ച് നമ്മുടെ ഉള്ളം കയ്യിലാക്കിയിട്ട് നിറകാലൊക്കെ ഇട്ട് കൊടുത്താൽ പിള്ളേർക്കാണേലും ആർക്കാണേലും പനിയൊക്കെ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്ക് അനുഭവമുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ അനുഭവം എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഗൈസ്, ഞാനൊരു പേരിട്ടൊരു ചെടിയെ കാണിച്ചു തരട്ടെ. ഇതിനാണ് ഞാൻ പൊട്ടാസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിങ്ങനെ വരും, കണ്ടോ? പക്ഷെ ഇതൊന്നും ആവത്തില്ല, ഇങ്ങനെ മടങ്ങി നിൽക്കുകയുള്ളൂ അല്ലേ. ഇവിടെ നെല്ലിയിൽ നെല്ലിക്കയായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, ഒളിച്ചിരിക്കുക കേട്ടോ. നമ്മൾ കൊത്തി വിടും, അതിനനുസരിച്ച് അവൾ ഉയർത്തെഴുന്നേറ്റ് വരും. ഇതിൽ നെല്ലിക്കയായിട്ടുണ്ട്. ഇതിൻ്റെ ചപ്പടിച്ച് വരുന്നതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത, കാരണം മഴയൊക്കെ വരുമ്പോൾ മടുത്തു പോകും. കണ്ടോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടോ, ഇവിടെ ഈ വീഡിയോന് അത്ര സൂമില്ല. ഇതേ അവിടെ കണ്ടോ, ഇതേ ഞാൻ ഈ കൈ ചൂണ്ടിയത് നിങ്ങളത് നോക്കിയാൽ മതി. കണ്ടോ, ഇവിടെ ഇവിടെ കണ്ടോ. ഗൈസ്, നമ്മുടെ ലിയോപ്പിക്ക് പുതിയ കട്ടിൽ വന്നിരിക്കുകയാണ്. 2 ഇന്റർലോക്കിന്റെ പുറത്ത് കണ്ടോ, വയറ് നടുക്ക് നിലത്തും കാലും കൈയും ഇന്റർലോക്കയിലും. അങ്ങനെ കുരുത്തക്കേട് കണ്ടോ, നല്ല വിളഞ്ഞ ബുദ്ധിയാട്ടോ. നമ്മളെല്ലാരും ബാക്ക് സൈഡിലുണ്ട്, അവളും ബാക്ക് സൈഡിൽ കിടന്ന് വിശ്രമിക്കുന്നു. ആ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നെങ്കിൽ അതിന്റെ മൂലയ്ക്ക് പോയിട്ട് കിടക്കുക, പേരയുടെ ഡ്രമ്മിന്റെ മൂലയ്ക്ക് പോയിട്ട് കിടക്കും, അല്ലെ ഈ കല്ലേലൊക്കെ. യെസ്, ഈ കല്ലിൽ ഓടി വന്ന് കിടക്കും. കല്ലിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നുണ്ടായിരുന്നു, അത് ഞാൻ പറിച്ച് ഷാപ്പിട്ടു. ആയിരിക്കും തരാതെ ഗൈസ് തിന്നത്. ആർക്കും തരാതെ കൊടുക്കാതെ ഒന്നല്ല കേട്ടോ, ഞാൻ പറിച്ചിട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഇതിന്ന്. അല്ല, എനിക്ക് കിട്ടിയില്ല. അടുത്തത് പിന്നെ ആവാൻ വേണ്ടിയിട്ട് വീണ്ടും നിൽക്കുന്നുണ്ട്. ആയി കഴിയുമ്പോൾ ഞാൻ ഇതേതായാലും തന്നില്ലെന്നല്ലേ പറഞ്ഞത്, ഇത് ഞാൻ തരാതെ തിന്നും ഇനി ഉണ്ടാകുന്നത്. എനിക്ക് തന്നില്ല. പിന്നെ ഇതാ നമ്മുടെ ജാതിയായോ? ജാതി പൂവൊക്കെ ഇടുന്നുണ്ട്, പക്ഷെങ്കിൽ പൂവെല്ലാം വീണ് പോകുതാ. നമ്മൾ അബിയൊക്കെ ഇങ്ങനെ പൂവിടുന്നുണ്ട്. ഈ അബി എപ്പോൾ പൂവിടുന്നോ അപ്പം ആയിരിക്കും മഴ നല്ല തകൃതിയിൽ പെയ്യുന്നുണ്ടാവുക. പിന്നെ എല്ലാ മഴയിൽ അങ്ങനെ വീണ് പോകും. വീണ് പോകും. പിന്നെ നമ്മുടെ ഒരു കമ്പ് നിശാഗന്ധി വെച്ചത് ഇപ്പം എത്ര കമ്പായി നോക്കിയാൽ നിങ്ങൾ. ഇത് മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത് കേട്ടോ. അതൊരു വലിയ കൊമ്പായിരുന്നു. എന്നിട്ട് അത് 2 എണ്ണം ആക്കി, അതിൽ നിന്ന് പിന്നെ ഒന്നും കൂടെ ആക്കി, അങ്ങനെ 3 കമ്പിൽ നട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ മാറ്റി നടാനുണ്ട്, അതൊക്കെ ചെയ്യണം. യെസ്, മഴ മാറി നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് വേണം ഇനി ഓരോന്ന് ചെയ്യാൻ വേണ്ടി. എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല, എന്നാലും ചെയ്ത് വരണമല്ലോ എന്തായാലും. എവിടെയാ പിന്നെ പഴുത്ത നാരങ്ങ പറിച്ചോ? ദീദി പറിച്ചു. പൊന്നുവിൻ്റെ ഫേവറേറ്റ് നെല്ലിക്ക. സപ്പോട്ടയൊക്കെ വീണ്ടും ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബനാന സപ്പോട്ട നല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നല്ല മധുരം ഉണ്ടെന്ന്. പിന്നെ എൻ്റെ കറിവേപ്പില കണ്ടോ നിങ്ങൾ ഗൈസ്, കറിവേപ്പിലയൊക്കെ മഞ്ഞയായിപ്പോയി. പിന്നെ പുഴു കുത്തിയ പോലെ ഒക്കെ ഉണ്ട് സംഭവം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക അവളെ, ഇനി അതും റെഡി ആയിട്ട് വരണം. പിന്നെ സ്റ്റാർ ഫ്രൂട്ടിലൊക്കെ ഈ മഴയുടെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു പുഴുവൊക്കെ ഉണ്ടായിരുന്നു. ഇലയൊക്കെ കണ്ടോ നിങ്ങൾ, പുഴുവൊക്കെ തിന്ന മാതിരിയില്ലേ. അതിന് നമ്മൾ ഇന്നലെ കുറേ പുഴുവിനെയൊക്കെ പിടിച്ചിട്ട് പിന്നെ കൊന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം വീണ്ടും ആയിട്ടുണ്ടോ ഇല്ലയോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലേ, നോക്കണം. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാ പ്രശ്നം. നമുക്ക് മഴ ഇല്ലേലും പറ്റൂല, അധികമായാലും പ്രശ്നമാണ്. കുറച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അവൾ ഒന്നേന്ന് തുടങ്ങും കേട്ടോ, കായൊക്കെ തരാൻ വേണ്ടിയിട്ട്. നല്ല മഞ്ഞ കളറും ഒക്കെയുള്ള പുഴു ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ പുഴു ഉണ്ടായിരുന്നു. എല്ലാം ഇന്നലെ പറിച്ച് നമ്മൾ ചുട്ട് കളഞ്ഞ. നമുക്ക് അത്ര ദേഷ്യം വന്നു കണ്ടിട്ട്. അപ്പം നമ്മൾ ദ്രോഹിക്കുന്ന പോലെ ചെയ്തു, പക്ഷേ എങ്കിൽ മനസ്സുണ്ടായിട്ടല്ല. നമ്മുടെ സംഭവങ്ങളെല്ലാം നശിക്കുന്നതിനോട് വെരിക്കേറ്റഡ് പേര് എന്തൊക്കെ തരുന്നത്? വെരിക്കേറ്റഡ് പേരയ്ക്ക് തരുന്നത് 2 എണ്ണമൊക്കെ പറിച്ച് ഇന്നലെ ഉപ്പ് തിന്നുന്നത് ഞാൻ കണ്ടു. യെസ്, പക്ഷെ ഇതിന്റെ 2 മുകളിലല്ലോ നോക്കിയേ, താഴത്തുള്ള വെരിക്കേറ്റഡ് 2 2 സൈസ്. ഒരു മരത്തെ തന്നെ 2 സൈസിലുള്ള പേരയ്ക്കാട്ടോ നമുക്ക് ഈ ഇല തന്നെയാ. ഇത് നോക്കിയേ, ഇത് ഇങ്ങനെ പോന്നു എന്നാ, പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ വേറെ ഇല പോന്നു.
ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് വേറെ അല്ല വേറെ ഇതിൻ്റെയാണെന്ന്, വേറെ പേരൊക്കെയുടെയാണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെയാണ്. ഇപ്പം കണ്ടോ ഞാവല് കണ്ടോ നല്ലപോലെ പൊങ്ങി പോകുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് കായൊന്നും തന്നിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടാണ് പൂക്കാത്തതെന്നൊന്നും അറിയില്ല. വളമൊക്കെ ഇഷ്ടംമാതിരി കൊടുക്കുന്നുണ്ട്. ഞാൻ പറയും എപ്പോഴും വളം കൂടുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇതാണ് അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ എല്ലാം അധികമായാലും പ്രശ്നമാണ്. നോക്കാൻ ആരും ഒന്നും നട്ടിട്ട് നോക്കുന്നില്ലെങ്കിൽ അവർക്ക് നല്ല കായും ഒക്കെ കിട്ടും. നമ്മൾ അതേപോലെ നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടൊന്ന് നട്ട് നനച്ചെടുക്കുന്ന സംഭവമാണെങ്കിൽ അതിന് കായ്ഫലവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറേ ഉദാഹരണങ്ങളുണ്ടാകും. അപ്പം നമുക്ക് പറയുന്നത് മോശമല്ലേ. അപ്പോൾ ഉണ്ട് അനുഭവത്തിലുള്ളതെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞത് കറക്റ്റാട്ടോ. നോക്കാതെ വെറുതെ ഇടുന്ന സംഭവമൊക്കെ പൊട്ടിക്കിളർത്ത് കായ്ച്ചിങ്ങോട്ട് വരും. അല്ലാത്തത് കായൊന്നും നമുക്ക് കിട്ടൂല. പിന്നെ ഇത് പറഞ്ഞു പഠിക്കാം. അതായത് ഇത് കണ്ടോ, ടെന്നീസ് ബോൾ ചെറി എന്ന് ഞാൻ പറയാറില്ലേ എപ്പോഴും. അത് ഈ കളറായിട്ടുണ്ട്. ഏകദേശം ഒന്ന് കുറേ ഉണ്ടായിരുന്നു, മഴ കൊണ്ട് വീണുപോയി. ഇവിടെ രണ്ടെണ്ണം ആകാനുണ്ട്. ബ്രൗൺ കളർ അടിച്ച് വരുന്നുണ്ട്. ഇതിനും കളർ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് പഴുത്ത് വരണം, അപ്പം തിന്നാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മുടെ ഇത് പേരയ്ക്ക അതെ, ഇവളെ പറിക്കാനായിട്ടുണ്ട്. ഇത് ഞാൻ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്ന പോലെ ഉണ്ടല്ലോ. ഇന്ന് കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കോലമൊക്കെ. പിന്നെ പൊന്നോട് നെല്ലിക്ക കളറ് നെല്ലിക്ക നല്ലപോലെ മൂത്ത് കിടക്കുന്ന കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം നെല്ലിക്ക കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇടയ്ക്ക് പറിച്ച് ഉപ്പും കൂട്ടിയിട്ട് തിന്നും. പക്ഷെ ഇന്ന് തിന്നാനൊരു മൂടില്ല, അതുകൊണ്ട് തിന്നില്ല. ഞാൻ കുറച്ച് സ്വപ്നം കാണട്ടെ, നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നേ. പൊന്നു പിടിച്ച് എവിടെയാണെങ്കിൽ അത് കേട്ട് ഓടി വരും കേട്ടോ. വരുന്നില്ല, സുഖം പറ്റിപ്പോയി. അപ്പോൾ വീണോ? അപ്പോൾ കൊതുക് അടിക്കുന്ന കൊതുക്, ഭയങ്കര കൊതുക പുറത്തൊക്കെ. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തടിയും കൊണ്ട് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. യെസ്. പിന്നെ ഇത് കണ്ടോ ബോഗൺവില്ലയൊക്കെ ഞാൻ വിചാരിച്ചു മഴ കൊണ്ട് നമുക്ക് മാറ്റി വെക്കാനൊന്നും അധികം സ്ഥലമില്ല. കാരണം പിന്നെ വീടിൻ്റെ അടുപ്പിച്ചിങ്ങനെ വെക്കാനും പറ്റുകയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെച്ചതാണ് കേട്ടോ. ഞാൻ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു എല്ലാം ഫുള്ള് മഴ കൊണ്ട് നാശകോശമായിന്ന്. പക്ഷെ ഒന്നും ആയില്ല. സംഭവം ഇതാ പുതിയ തിരളൊക്കെ വന്ന് പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മെല്ലെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ നബിദിന? അടിപൊളിയായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ സാധനങ്ങൾ കിട്ടിയില്ലേ. ഇനി അത് സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതെവിടെ എടുത്തു വെക്കുമെന്നുള്ള ഒരു ഇതും കൊണ്ട് ഞാൻ നടക്കും. അതുകൊണ്ട് 2 ഡബ്ബയിലാണ് പൊന്നെ ബാക്കി വെച്ചിട്ടുള്ളത്. അതിൽ ഒരു ഡബ്ബയിൽ കേക്ക്സ് വെച്ചു. കേക്ക്സ് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് കുടിക്കാം അല്ലേ? ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാം. സോറി ഗൈസ്, തെറ്റ് കുട്ടി കഴിക്കണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അത് ഓരോന്ന് എടുത്തിട്ട് കഴിക്കും. ഞാൻ പിന്നെ അങ്ങനെ ബേക്കറി തിന്നൂല. പൊന്നു വാനിലേൻ്റെ ഒക്കെ കേക്ക്സ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് അത്ര പൊന്നുവിനും ഉപ്പാക്കും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. കാരണം ചോക്ലേറ്റ് ഒക്കെ കാണുമ്പോൾ തന്നെ മൽക്ക് കിട്ടുന്നു. ചോക്ലേറ്റ് കുറഞ്ഞ ഒരു 2 കേക്ക്സ് ഉണ്ടായിരുന്നു. അത് മാത്രമേ പൊന്നു ഇന്നലെ കഴിച്ചുള്ളൂ. ബാക്കിയൊക്കെ ഞാനാണ് കഴിച്ചത് ഗൈസ്, ഞാനും ദീദിയും. കാരണം നമ്മൾ രണ്ടുപേരും ഈ ഒരു പ്രായത്തിൽ ചോക്ലേറ്റ് തിന്നുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലല്ലോ. ചോക്ലേറ്റ് ആര് നിന്നാലും പ്രശ്നം തന്നെ. അധികം പ്രായത്തിൻ്റെ ഇതൊന്നുമില്ല. ചോക്ലേറ്റ് അത്ര നല്ലതല്ല. ചോക്ലേറ്റ് നല്ലതെന്നല്ല, ചോക്ലേറ്റ് തിന്നുമ്പോൾ പല്ലൊക്കെ വെടക്കായി കറുപ്പ് കളർ അടിക്കും. ഇങ്ങനെ പോകുന്നു നമ്മുടെ ചെടികളെയൊക്കെ. ഇനി നമുക്ക് ഉഷാറാക്കി എടുക്കണം. ഇത് കണ്ടോ, ഈ ഓർക്കിഡ് പറഞ്ഞു കൊടുക്കാൻ വന്നത്. ഈ ഓർക്കിഡ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ പിന്നെ എനിക്ക് മക്കളുടെ ഉപ്പ കൊണ്ടു തന്ന കേട്ടോ. അവർ ഞാൻ പണിക്ക് പോയ സമയത്ത് മരത്തിൻ്റെ മുകളിൽ ആകുന്ന ടൈപ്പ് പിന്നെ ഓർക്കിഡാണ് ഇത്. അത് നല്ല എന്താ പറയുക, നല്ല അടുക്കി വെച്ച പോലെ ഉണ്ടാവും അതിൻ്റെ ഫ്ലവർ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് വെച്ചതാട്ടോ. ഒരുപാട് തവണ പൂവായി കിട്ടിയ നല്ല ഭംഗിയും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ ഈ കാലിലൊക്കെ കടിച്ചിട്ട് കൊതുകുണ്ട്, നല്ല കൊതുകുണ്ട്. കൊതുക് കടിച്ചിട്ടല്ല അവിടുന്ന് വൃത്തിയാക്കിയിട്ട്. കുറച്ചൊക്കെ വൃത്തിയൊക്കെ ആക്കണം, എന്നാലേ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. ഇത് ഈ ചട്ടി മഴയാണെങ്കിലും അവളുമാരൊക്കെ കായ്ക്കുന്നുണ്ട്. ഇതിനകത്ത് ടെർട്ടൽ വൈൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പകുതി മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതെ,
ഇതേ നമ്മുടെ ബുഷ് ഓറഞ്ച് പൂവ് ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ആയി വരുമ്പോൾ ഞാൻ എല്ലാം തിന്ന് തീർക്കും. അപ്പം നമ്മുടെ ഒപ്പം എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. യെസ്, ചെറിയ വർക്ക് ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് ഹലോ ഹായ് ഒക്കെ. അയ്യോ അങ്ങനെ ഇത് കണ്ടു, ഞങ്ങൾക്ക് പറ്റുന്നത്ര വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ. ഈ ഭാഗമൊക്കെ ആൾക്കാർ വന്ന് വൃത്തിയാക്കും. അപ്പോൾ ഇതെന്നാ പറഞ്ഞത്, നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ. റോഡൊക്കെ ഉപ്പ് വൃത്തിയാക്കി ഇടങ്ങയിലുള്ളതെല്ലാം അടിച്ച് താഴെയിട്ടെല്ലാം വൃത്തിയാക്കി. ഈ ഭാഗം നമ്മൾ വൃത്തിയാക്കൂല, ആ ഭാഗം അവിടെ കിടപ്പുണ്ട്. അത് മാത്രം സമയം കിട്ടാത്തതുകൊണ്ട് ബാക്കി വന്നു. ഇനി അതും കൂടി ചെയ്യാനുണ്ട്. നമ്മൾ ഇതിലേയും പോവും, ഇതിലേയും പോവും. രണ്ട് വഴിയാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്. പക്ഷേ ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോറിക്ഷ, പിന്നെ ചെറിയ കാറുകൾ, സ്കൂട്ടി, ബൈക്ക് അങ്ങനെയൊക്കെ കയറാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. നടന്നിട്ട് പോവാം അങ്ങനെയൊക്കെ. പിന്നെ ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടന്നിട്ട് പോവാം. പക്ഷെ കുറച്ച് ഗുഡ്സ്, അതുപോലെ തന്നെ കാറൊക്കെ ഉണ്ടാവില്ലേ, നമ്മളെ ന്യൂസിൻ്റെ കാറ്, അങ്ങനത്തെ ഒക്കെ ഈ റോഡിലോട്ടേക്ക് കയറും. ഓക്കെ, ഏത് വഴി വേണേലും വരാൻ പറ്റും. പക്ഷെ നമുക്ക് കാറിലോട്ട് വരുമ്പോൾ ഓട്ടോറിക്ഷയ്ക്കൊക്കെ വരുമ്പോൾ ഇവിടെ വന്നിട്ട് വരുന്നത് ഏറ്റവും എളുപ്പം. കാരണം ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനേ ഉള്ളൂ കേട്ടോ. പക്ഷെ കാറൊന്നും പോകത്തില്ല. കാറ് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കിടങ്ങ് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കാറ് ഒരഞ്ഞ് അതിൻ്റെ പെയിൻറ്റ് പോവും, നമുക്കിട്ട് പണി കിട്ടും. നമുക്ക് നല്ല വലിയ കാറൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർക്കും പണി കിട്ടും. ബുദ്ധിമുട്ടാണ് കയറ്റാൻ പറ്റിയാലോ. പിന്നെ പിക്കപ്പ് പോലത്തെ വണ്ടികളോ അങ്ങനത്തെ വണ്ടികളോ അങ്ങനത്തെ ഇതിലേ വരും. മിനി ലോറിയില്ലേ, അതൊക്കെ ഇതിലേ വരുള്ളൂ. പിന്നെ ഇതിൽ നമ്മുടെ ആപ്പ ഓട്ടോറിക്ഷ, കുഞ്ഞി ഓൾട്ടോ കാറ്, പിന്നെ മറ്റേ അത്യാവശ്യം നല്ല ഡ്രൈവറൊക്കെ ആണെങ്കിൽ സ്വിഫ്റ്റ് പോലത്തെ വണ്ടി. സ്വിഫ്റ്റ് പൊന്നു എന്താ പറയല്? സ്വിഫ്റ്റ് വരും. അങ്ങനെയുള്ള വണ്ടി, പിന്നെ ജീപ്പ്, അങ്ങനത്തെ ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർക്ക് മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. യെസ്, ഇതൊക്കെ ഇവിടെ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇവരിപ്പോൾ പുതിയ വണ്ടി. യെസ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ഈവനിങ് വ്ലോഗ് അല്ലേ. യെസ്, ഇനി നമുക്ക് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് മാറി നിന്നോ. അവള് വീഴാനായിട്ട് നിൽക്കുന്നുണ്ടോ? വീഴാനായിട്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളെ ചതിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും സൂക്ഷിച്ചിട്ട് നിൽക്കണം കേട്ടോ. ഇതും ചിലപ്പോൾ വീകും. കാരണം അതിനെ എത്ര അത് ഇലക്ട്രിക്കിൻ്റെ വയറേൽ കുടുങ്ങിയിട്ട് പൊട്ടിക്കിടക്കും. പക്ഷെ ആ ഒരു ഭാഗം നോക്കിയ കേസ് നിങ്ങൾ അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് തന്നെ അതിങ്ങനെ പിളർന്ന് വരും. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കത്ത് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം മറ്റേ നേരത്തെ കത്താറുണ്ട്, ഇന്നെന്തോ കുറച്ച് ലേറ്റ് ആണെന്ന് കാണുന്നുണ്ട്. ഈ വർഷം ഇവള് കായ്ച്ചില്ല, ഇവളെ ഞാൻ വെട്ടി തള്ളിയിടും. എത്ര ദേഷ്യം. ഹലോ, ഇതിവിടെ വെച്ചിട്ട് എത്ര വർഷമായി? 3 വർഷം കഴിഞ്ഞു. 3 കായ്ക്കുമെന്ന് പറഞ്ഞത്. 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞിട്ട് 3 വർഷം ഇവിടെ വെച്ചിട്ടും നമുക്കൊന്നും തന്നില്ല. ഈ വർഷം കൂടി ആയിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്ത് മുറിച്ച് എവിടെയെങ്കിലും ഇടും. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സേവ് ദ എൻവിറോൺമെന്റ് ഡേ. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് അല്ലേ? പോവാ. പൊന്നു നടക്കുന്നു നോക്കിയേ. ഇതെന്നതാ ഇത് പൊന്നെ? യെസ്. അപ്പം വൈൻഡപ്പ് പറയൂ. ഇതെന്തത്? കല്ലുപ്പോ? പൊട്ടിച്ചതോ? ഇപ്പൊ പൊട്ടിച്ചാ? അപ്പോൾ പൊട്ടിച്ചത് ഉപ്പ എൻ്റെ കയ്യിൽ തന്നത് എനിക്ക് പാട്ടയിലിടണം. യെസ്. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ? ചെറിയ തട്ടിക്കൂട്ട് വീഡിയോ എന്ന് പറയും. യെസ്. അപ്പം നമ്മുടെ എണീക്കണം എന്നുണ്ടെങ്കിൽ എണീച്ച് വാ. കൊതുകൊക്കെ കടിക്കുന്നേ. അവന് പിന്നെ കൊതുക് കടിക്കുന്നൊന്നും അവൾക്ക് വിഷയമില്ല അല്ലേ? അപ്പോൾ കുറ്റുവാ ഇന്നബാ. ഗൈസ്, ഇവിടെ എൻ്റെ അടുത്ത് അടുത്ത് വന്ന കേട്ടോ. ഞാൻ പൊന്നിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അയ്യോ ഇതെന്തൊരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനം. അപ്പോൾ പൊന്നു വൈൻഡപ്പ് പറയും. അപ്പം നമ്മുടെ ഈ ഈവനിങ് വ്ലോഗ്
ഇത്രയേ ഉള്ളൂ. യെസ്. ഇത് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണല്ലോ, കാട് പറിക്കുന്നതൊക്കെ കാണിച്ചു തരാൻ പറ്റിയില്ല. ഓ അത് പൊന്നു കാരണോ. അത് ഞാൻ തന്നെ കാരണം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെപ്പോൾ നമ്മൾ പറയുന്ന സംഭവമാണല്ലോ. ഇത് തന്നെ നമ്മൾ പറയൽ നിർത്താണ് കേട്ടോ. എന്നാൽ അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ എല്ലാവരുടെയും വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നമ്മളെ പറഞ്ഞ് അതൊക്കെ തിരുത്തി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ. ഓ ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും ആസ്വദിച്ചോടെ ഇങ്ങനെ ഇരിക്കുന്ന ഈ കുട്ടീനെ നിങ്ങൾ കാണണം ഗൈസ്. അപ്പോൾ ടാറ്റാ. നാളെ എവിടെ ഇറങ്ങിപ്പോകുന്നു.